أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ഷംസ് ആയത് നമ്പർ 2. അർത്ഥം: സൂര്യനെ കൊണ്ടും പൂർവാഹനത്തിലെ അതിൻ്റെ പ്രകാശത്തെ കൊണ്ടും സത്യം. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിക്കുകയാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: അല്ലാഹു തആല പറയുകയാണ്, സൂര്യനെയും അതിൻ്റെ ഉദയത്തെയും അതിൻ്റെ പ്രകാശത്തെയും സാക്ഷികളെന്ന നിലയ്ക്ക് ഞാൻ വെക്കുകയാണ്. പറയുന്നു, ലോകത്തിലെല്ലാ വസ്തുക്കളിലും 2 അവസ്ഥയാണുള്ളത്. ഒന്ന് അതിൻ്റെ കണക്കിൻ്റെയും തൂക്കത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള യാഥാർത്ഥ്യം. മറ്റൊന്ന് മറ്റുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ പറഞ്ഞ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് 7 ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. അതിപ്രകാരമാകുന്നു: ഹുസൂർ അരുൾ ചെയ്യുന്നു, ഉദാഹരണത്തിന് ചിന്തിക്കുക. ഒരു മരം 10 അടി നീളമുണ്ട്. ഈ 10 അടി നീളം അതിൻ്റെ യഥാർത്ഥ നീളമാണ്. മറ്റുള്ള വസ്തുക്കളെ താരതമ്യം ചെയ്യാതെ ആ മരത്തിൻ്റെ യഥാർത്ഥ നീളമായി കണക്കാക്കുന്നു. എന്നാൽ മറ്റൊന്ന് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി 15-20 അടി ഉയരമുള്ള കുന്നിൻ മുകളിൽ കയറി നിന്നാൽ തീർച്ചയായും ആ മരത്തിൻ്റെ മൊത്തത്തിലുള്ള നീളം മനസ്സിലാക്കാൻ സാധിക്കില്ല. മറിച്ച് ചില സമയത്ത് നീളത്തിൻ്റെയും കണക്ക് കൂട്ടലിൻ്റെയും അടിസ്ഥാനത്തിൽ അവന് ആ മരം 2 അടി എന്ന് കാണപ്പെടും. ചിലപ്പോൾ 3, ചിലപ്പോൾ 4 അടി എന്നും കാണപ്പെടും. അതുപോലെ ഒരു വ്യക്തി കുഴിയിൽ നിന്ന് നോക്കുമ്പോൾ ആ മരം വളരെ നീളമുള്ളതായി കാണപ്പെടും. അങ്ങനെ അവന് 10 പകരം 13 അല്ലെങ്കിൽ 14 അടി എന്ന് തോന്നും. അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ദൂരത്ത് നിന്ന് മരത്തെ നോക്കുമ്പോൾ അവന് വളരെ ചെറുതായി തോന്നും. ദൂരെ നിന്ന് നമ്മൾ പർവ്വതങ്ങളെ നോക്കുമ്പോൾ ആ പർവ്വതം ചിലപ്പോൾ 2000-ഓ 4000-ഓ ചിലപ്പോൾ 20,000 അടി നീളമുണ്ടായിട്ടും ദൂരെ നിന്ന് നോക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരു ഉയരമുള്ള കൂടാരം പോലെ തോന്നുന്നു. അതുപോലെ അഥവാ മരത്തിൻ്റെ താഴെ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മരത്തെ വളരെ വ്യത്യസ്തമായ നിലക്ക് കാണപ്പെടും. ഏതെങ്കിലും മിനാരത്തെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇനി ആ മിനാരം അഥവാ 100-ഓ 150-ഓ അടിയാണെങ്കിലും അത് നമുക്ക് 500 ഇല്ലെങ്കിൽ 1000 അടിയെന്ന് തോന്നിപ്പോകും. എന്നാൽ വല്ല വിമാനത്തിൽ ഇരുന്ന് മിനാരത്തെ നോക്കിയാൽ അതേ മിനാരം വളരെ ചെറുതായി കാണപ്പെടും. അതുകൊണ്ട് എല്ലാ വസ്തുക്കളുടെയും അതിൻ്റെ സ്വന്തം അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു സത്യമുണ്ട്. അത് അതിൻ്റെ ശാരീരിക അവസ്ഥയിൽ കാണാൻ സാധിക്കും. മറ്റൊരു സത്യം അത് മറ്റു വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കാണപ്പെടും. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു മറ്റൊരു ഉദാഹരണം നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: ഒരു വ്യക്തി മുഴുവൻ രാത്രിയും വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. തത്വശാസ്ത്രത്തിൻ്റെയും പ്രതിവിധിയുടെയും അങ്ങേയറ്റം വളരെയേറെ ചിന്തിക്കുകയും രാഷ്ട്രീയമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതും വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തുകയും നാടിൻ്റെ പുരോഗമനം അതുപോലെ അതിൻ്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ അവൻ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. രാവിലെ അവൻ മറ്റൊരു വ്യക്തിയെ കാണുന്നു. അവൻ ആ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ വെക്കുന്നു. ഇപ്പോൾ സെയ്ദ്
ഏതൊരു വ്യക്തി രാത്രി മുഴുവൻ ആലോചിച്ച് 100 വലിയ പ്രശ്നങ്ങളെ പരിഹരിച്ചുവോ, അവനെ അപേക്ഷിച്ച് അവൻ മറ്റൊരു വ്യക്തിക്ക് നൽകിയ അറിവ് അതും വെറും 100-ൽ 1 മാത്രമാണ്. അതുപോലെ മറ്റൊരു വ്യക്തിയുമായി കണ്ടുമുട്ടുന്നു, അവരോട് ചില കാര്യങ്ങൾ പറയുന്നു. ചിന്തിക്കുക, ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ 2 കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ രണ്ടാമത്തെ വ്യക്തിക്ക് ലഭിച്ച പ്രകാശം അത് 2% മാത്രമാണ്. അതിലൊന്ന് അവൻ്റെ സ്വന്തം പ്രകാശമാണ്, മറ്റൊന്ന് അവന് മറ്റുള്ള വ്യക്തികളെ അപേക്ഷിച്ചിട്ടുള്ളതാണ്. അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വന്തം വെളിച്ചമെന്നുള്ളത് അവന് 100 പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ്. എന്നാൽ അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെളിച്ചമെന്നുള്ളത് അവൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു കാര്യം വിവരിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിൽ മറ്റൊരു കാര്യം വെക്കുന്നു. മൂന്നാമത്തെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു കാര്യം വെക്കുന്നു. അങ്ങനെ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള വെളിച്ചം എത്രത്തോളമാണ് എന്ന് ആ വ്യക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത അറിവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാകുന്നു രണ്ടാമത്തെ വെളിച്ചം. അതിനുശേഷം മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. ആ വ്യക്തിയുടെ മുമ്പിൽ ആ പ്രകാശങ്ങളെക്കുറിച്ച് ഒരു വലിയ പ്രഭാഷണം തന്നെ നടത്തുന്നു. അങ്ങനെ 100 കാര്യങ്ങളിൽ നിന്ന് 50 കാര്യങ്ങൾ വിവരിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ അറിവിൻ്റെ അവസ്ഥ മാറി മറിയുന്നു. അതിൻ്റെ ആഴം ആ 50 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതൊരു 50 കാര്യങ്ങളാണോ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. ആ വ്യക്തിയുടെ മുമ്പിൽ 100-ൽ 100 കാര്യവും വിവരിക്കുന്നു. അവൻ്റെ മുമ്പിൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഗ്നനായിത്തീരുന്നു. ഇവിടെ ഏതൊരു വ്യക്തിക്കാണോ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ആ വ്യക്തി പറയും, ആ ഒരാൾ വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ 100-ൽ 1 മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഏതൊരു വ്യക്തിക്ക് 2 കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തുവോ അദ്ദേഹത്തിന് 100-ൽ 2 ഭാഗമേ അറിയുകയുള്ളൂ. ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ 10 കാര്യങ്ങൾ വിവരിച്ചുവോ ആ വ്യക്തിക്ക് 10-ൽ 1 ഭാഗമേ അറിയുകയുള്ളൂ. ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ 50 കാര്യങ്ങൾ വിവരിച്ചിരുന്നുവോ ആ വ്യക്തിക്ക് 2-ൽ 1 ഭാഗമേ അറിയുകയുള്ളൂ. ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ 100 കാര്യങ്ങളും വിവരിച്ചിരുന്നുവോ ആ വ്യക്തിക്ക് മനസ്സിലാകും, ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊടുത്ത വ്യക്തി തലേ ദിവസം ചിന്തിച്ചിരുന്നു. അതിനു മുൻപുള്ള ദിവസത്തിൻ്റെ രാത്രിയിലും അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതിനു മുൻപുള്ള ദിവസത്തിൻ്റെ രാത്രിയിലും അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചിരുന്നു. എത്രത്തോളമെന്നാൽ അവൻ പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ മറന്നു പോയിട്ടുണ്ടാകാം. അവന് സ്വയം തന്നെ അവൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പോലും അറിവ് നിലനിൽക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിനറിയാം അവൻ്റെ ഉള്ളിൽ എന്തെല്ലാം സത്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്.